കട്ടിൽ പോലുള്ള ഉയർന്ന സ്ഥലത്ത് ആ മയ്യത്തിനെ കിടത്തണം. എന്താ കാരണം? ലി അല്ലാ യുസീബഹു നദാവത്തുൽ അർള്, ഭൂമിയുടെ നനവ് ഈ മയ്യത്തിന് ഏൽക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഭൂമിയുടെ നനവ് ഏറ്റാൽ ഈ മയ്യത്തിൻ്റെ ശരീരത്തിന് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ വൈലം യക്കുൻ ഫഅലൽ അർളി, ഇനി കട്ടലോ ഡെസ്കോ ബെഞ്ചോ ഒന്നും ഉയർന്ന അതൊന്നും ലഭിച്ചില്ല എങ്കിലോ ഫഅലൽ അർളി, ഭൂമിയുടെ മുകളിൽ തന്നെ കിടത്താം. ശാഫി മദ്ഹബിന്റെ കിതാബുകളിൽ അങ്ങനെ പറയുന്നുണ്ട്. കല്ലൂബിലൊക്കെ കാണാം, മഹല്ലി കല്ലൂബിലൊക്കെ കാണാൻ കഴിയും. എന്നാൽ ഹനഫി മദ്ഹബിലും ഇതേ അഭിപ്രായം തന്നെ പറയുന്നുണ്ട്. ഫയൂളഉ കമാ മാത അലാ സരീരിൻ മുജ്മർ ഐ മുബഹർ, കട്ടിലിൻ്റെ മേൽ മയ്യത്തിനെ കിടത്തണം. പുകയ്ക്കപ്പെട്ട കട്ടിൽ, ഒറ്റയായി സുഗന്ധം പുകയ്ക്കപ്പെട്ട കട്ടിലിൽ കിടത്തുക. ഐ സലാസൻ ഔ ഹംസൻ, 3 or 5 ഇങ്ങനെ ഒറ്റയായിട്ട് സുഗന്ധം പുകയ്ക്കപ്പെട്ട കട്ടിലിൻ്റെ മേൽ കിടത്തുക. അതിൻ്റെ രൂപം എങ്ങനെയാണ്? കൈഫിയത്തുഹു അൻ യുദാറ ബിൽ മുജ്മറത്തി ഹൗല സരീരി, കട്ടിലിൻ്റെ ചുറ്റുഭാഗത്തും ഈ പുകയ്ക്കപ്പെടുന്ന ആ ചട്ടി പാത്രം അതുകൊണ്ട് ഇങ്ങനെ ചുറ്റുക. ഇത് ഹനഫി മദ്ഹബിന്റെ കിതാബിൽ കാണാം. അപ്പോൾ ഒറ്റയായി സുഗന്ധം പുകയ്ക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് കാണാൻ കഴിയും. അതേപോലെ കട്ടിലിൽ കിടത്തുക, അത് ഹനഫി മദ്ഹബിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ മയ്യത്തിൽ നിന്നും നജസ് പുറപ്പെടാൻ സാധ്യത ഉണ്ട്. അങ്ങനെ നജസ് പുറപ്പെടാൻ സാധ്യത ഉണ്ടായാലോ അവിടെ ദുർഗന്ധം വരാനും സാധ്യതയുണ്ട്. ദുർഗന്ധം വന്നാലോ മയ്യത്തിനോട് ഒരു അതൃപ്തി, ഒരു വെറുപ്പ് അവിടെ ഹാജരാകുന്നവർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വെറുപ്പും അതൃപ്തിയും ഒന്നും ഉണ്ടാകാതിരിക്കാൻ മരിച്ചത് മുതൽ മയ്യത്തിൻ്റെ അടുക്കൽ സുഗന്ധ വസ്തുക്കൾ കത്തിക്കുകയോ പുകയ്ക്കുകയോ ചെയ്യൽ സുന്നത്താണ്. ശാഫി മദ്ഹബിന്റെ കിതാബിലുണ്ട്. ഉദ്ദേശം എന്താ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സുഗന്ധ യശസ് ഒഴിച്ചുണ്ടാക്കുന്ന സാമ്പ്രാണിത്തിരി അല്ലെങ്കിൽ ചന്ദനത്തിരി എന്നൊക്കെ പറയുന്ന ഈ വസ്തു അല്ല. ചന്ദനം, കുന്തിരിക്കം മുതലായ വസ്തുക്കൾ, സാധനങ്ങൾ കൂട്ടി പൊടിച്ചുണ്ടാക്കുന്നതും പ്രത്യേക ചട്ടിയിലിട്ട് പുകയ്ക്കപ്പെടുന്നതും നല്ല സുഗന്ധം പരത്തുന്നതുമായ ഒന്നാണ് ഈ സുഗന്ധം, പുകയ്ക്കപ്പെടേണ്ട വസ്തു.